നടത്തുന്ന എല്ലാ വഴികളിലും ദൈവം നല്ലവനാണ്. ഒരു യഹൂദ റബി, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഒരു യഹൂദ റബിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു രാത്രി അദ്ദേഹം ഒരു യാത്ര പോയി. ഒരു കൊടുങ്കാട് കടന്ന് തനിക്കൊരു സ്ഥലത്തേക്ക് പോകണം. താനപ്പോൾ യാത്രയ്ക്ക് വേണ്ടി ചില സന്നാഹങ്ങൾ താൻ കയ്യിലെടുത്തു. താൻ എടുത്തത് ന്യായപ്രമാണ പുസ്തകം, വേദപുസ്തകം തൻ്റെ കയ്യിലുണ്ടായിരുന്നു. രാത്രിയിൽ വേദപുസ്തകം വായിക്കാൻ ഒരു വിളക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്നു. തനിക്ക് യാത്ര ചെയ്യാൻ ഒരു കഴുതയുണ്ടായിരുന്നു. രാവിലെ തന്നെ കൂവി ഉണർത്താൻ ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു. താനിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് സന്ധ്യ മയങ്ങി, ഇരുട്ടായി. താനൊരു ഗ്രാമത്തിൽ ചെന്നു. ഇന്ന് രാത്രി എനിക്ക് ഈ ഗ്രാമത്തിൽ പാർക്കണം. എന്നാൽ ആ ഗ്രാമവാസികൾ വളരെ ക്രൂരന്മാരായിരുന്നു. ഒരാൾ പോലും തനിക്ക് അഭയം നൽകിയില്ല. ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ ആട്ടിപ്പായിച്ചു. അപരിചിതർ ഈ ഗ്രാമത്തിൽ വസിക്കേണ്ട. വളരെ നിരാശപ്പെട്ട് ദുഃഖിച്ച് അദ്ദേഹം വന്ന് ആ കാട്ടിൽ ഒരു മരച്ചുവട്ടിലിരുന്നു. ദൈവമേ, ഞാനൊരു ദൈവഭക്തനാണല്ലോ, എന്നെ അവർ തള്ളിക്കളഞ്ഞല്ലോ, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു സങ്കടം. താൻ അവിടെ ഇരുന്നിട്ട് വിളക്ക് കൊളുത്തി ന്യായപ്രമാണ പുസ്തകം വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു കുറുക്കൻ ഓടി വന്ന് തൻ്റെ കോഴിയെ പിടിച്ചു കൊണ്ടുപോയി. താൻ ആ കോഴിയുടെ പിറകെ ഓടിയപ്പോൾ കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോൾ തൻ്റെ കഴുതയെ ഒരു സിംഹം പിടിച്ചു കൊണ്ടുപോയി. മനസ്സ് തകർന്ന് ആകെ വിഷമത്തിലായി. ശരി, ന്യായപ്രമാണ പുസ്തകം വായിക്കാം എന്ന് കരുതിയിട്ട് താൻ വിളക്ക് കൊളുത്തി പുസ്തകം വായിച്ചു. കാറ്റടിച്ച് വിളക്ക് കെട്ടുപോയി. കൂരിരുട്ടത്ത് തൻ്റെ പൂവൻ കോഴി നഷ്ടപ്പെട്ടു, തൻ്റെ കഴുത നഷ്ടപ്പെട്ടു, വിളക്കണഞ്ഞു. ആ ഗ്രാമത്തിൽ നിന്ന് തള്ളി പുറത്താക്കി. നിരാശയുടെ നീർച്ചൊഴിയിലായ ഭക്തൻ രാത്രി മുഴുവൻ ദൈവത്തോട് പരാതി പറഞ്ഞു. എന്നോട് ഇത്രയും ക്രൂരത വേണമായിരുന്നു. ദൈവം ഒന്നും പറഞ്ഞില്ല തന്നോട്. നേരം വെളുത്തപ്പോഴാണ് തനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ആ ഗ്രാമം, തന്നെ പുറന്തള്ളിയ ഗ്രാമം, അന്ന് രാത്രി കവർച്ചക്കാർ വന്ന് ആ ഗ്രാമം കൊള്ളയടിച്ചു. അവിടെ ഒരു മനുഷ്യൻ പോലും ജീവനോടെ ശേഷിച്ചില്ല. എല്ലാവരെയും കൊന്നുമുടിച്ച് എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഈ യഹൂദ റബി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ദൈവം എന്നോട് ചെയ്തത് തിന്മയാണോ നന്മയാണോ? അപ്പോഴാണ് തനിക്ക് ചുരുളഴിയാൻ തുടങ്ങിയത്. അന്ന് രാത്രി ആ ഗ്രാമവാസികൾ എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അവിടെ ശവമായി കിടന്നേനെ. അപ്പോൾ താൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ പൂവൻ കോഴിയെ കുറുക്കൻ പിടിച്ചു കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? സിംഹം വന്ന് കഴുതയ്ക്ക് പകരം എന്നെ വിഴുങ്ങിയിട്ട് പോയേനെ. എൻ്റെ വിളക്കണഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ കവർച്ചക്കാർ കൊള്ളയടിച്ചിട്ട് പോകുന്ന വഴിക്ക് അവരെന്നെയും കണ്ടേനെ. കൊടുങ്കാട്ടിൽ ആ വെട്ടം കണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് വന്ന് അവരെന്നെയും ആക്രമിച്ച് കൊന്നേനെ. ഇപ്പോൾ തനിക്ക് മനസ്സിലായി, ദൈവം നല്ലവനാണ്. നടത്തുന്ന പാതകൾ കയ്പായി തോന്നിയാലും, കുരിരുളായി തോന്നിയാലും, നഷ്ടമായി തോന്നിയാലും നിങ്ങൾക്ക് നന്മകൾ കിട്ടുമെന്ന് കരുതി നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവം നടത്തുന്ന പാതകളിൽ നിങ്ങൾ എത്രയോ പ്രാവശ്യം പെറുപെറുത്തിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. ദൈവം നന്മയ്ക്കായി ചെയ്ത കാര്യങ്ങളിൽ ദൈവത്തോട് ചോദ്യം ചെയ്തിട്ടുള്ളവരില്ലേ? നമുക്ക് ദൈവത്തോടൊന്ന് ക്ഷമ ചോദിക്കാമോ? ഇപ്പോൾ നമുക്ക് ദൈവത്തോട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യേണ്ട സമയമാണ്. എന്തിനു വേണ്ടിയാണ് സ്തോത്രം ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ് എനിക്ക് നല്ലവൻ മാത്രമായിരുന്നു. വലങ്കരമൊന്നും ഉയർത്താമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ കണ്ണുനീർ താഴ്വരയുണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നല്ലവനാണ്. ദൈവത്തെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇനി മുഴങ്കാലിൽ നിൽക്കേണ്ട സമയങ്ങളുണ്ട്. ഇതുവരെ നിങ്ങൾ നിന്ന് ക്ഷീണിച്ച് കാണും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മുഴങ്കാലിൽ നിർത്തുന്നില്ല. എന്നാൽ നിങ്ങൾ സ്തോത്രം ചെയ്താട്ടെ ദൈവത്തിന്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ, അത് ദൈവം ചെയ്തെങ്കിൽ ദൈവം ഒരിക്കലും അത് ദോഷത്തിനായിട്ടല്ലോ, നന്മയ്ക്കായിട്ടത്രേ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറിയ
അല്പസമയം നാം ദൈവത്തിന് ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. മെയിൽ എന്തോ മെയിലാണ്? ഇമെയിൽ എന്ന് നിങ്ങൾ കേട്ട് കാണും. ഇമെയിൽ. ഇപ്പോൾ അടുത്ത സമയത്ത് ബ്ലൂ മെയിൽ എന്ന് കേട്ടു. ബ്ലൂ മെയിൽ. ബ്ലൂ മെയിലല്ല, ബ്ലൂ മെയിൽ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിന് ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. അത് ഇമെയിൽ അല്ല, നീമെയിലാണ്. നീമെയിൽ. മനസ്സിലായോ? നീമെയിൽ എന്ന് പറഞ്ഞാൽ KNEE. നീ എന്ന് പറഞ്ഞാൽ മുഴങ്കാൽ. അപ്പോൾ നമുക്ക് ദൈവമക്കൾക്ക് ഒരു മെയിൽ അയക്കാം. എന്തോ മെയിലാണ്? മനസ്സിലായവരിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കാൻ പോവുകയാണ്. നീ മെയിൽ അയക്കാൻ താല്പര്യമുള്ളവർ, എന്നെക്കാളും അവരുള്ള ദൈവമക്കളാ. നമ്മളെല്ലാവരും ദൈവത്തിന് ഒരു നീ മെയിൽ അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും ആ മെയിലിന് തടസ്സമൊന്നുമില്ല. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ അത് പെട്ടെന്ന് ദൈവസന്നിധിയിലെത്തും. ഒന്ന് നന്നായിട്ട് നമ്മളെല്ലാവരും കരമുയർത്തി നിങ്ങളുടെ ആ സ്തോത്രമുണ്ടല്ലോ, മുഴങ്കാലിൽ നിന്ന് അയക്കുന്ന സ്തോത്രം, അതൊരു നീമയിലാണ്. ദേശത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിന്റെ ദുഃഖങ്ങളോട് മാറ്റിവെക്ക, അത് ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ നീ ഒരു മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മെയിലയക്കുക. എന്റെ ദേശം നശിക്കരുത്. എസ്തറിനെ പോലെ എന്റെ ദേശത്തിന്റെ നാശം ഞാൻ എങ്ങനെ കാണും? കർത്താവേ രക്ഷിക്കണം. ഒരല്പസമയം എല്ലാവരും ആത്മാവിൽ സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ സ്തോത്രം ദേശത്തെ സൂക്ഷിക്കും. നിന്റെ സ്തുതി ദേശത്തെ കോട്ടകെട്ടി കാക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമീൻ. സ്തോത്രം. മുഴങ്കാലിൽ ഒന്നിരുന്നാട്ടെ. മുഴങ്കാലിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. എനിക്കൊരു ചെറിയൊരു വലിയ കാര്യമൊന്നുമല്ല, ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതിനിടയ്ക്ക് ഞാൻ ആലപ്പുഴയിൽ ഫെയ്ത്ത് ഹോം പണി കഴിഞ്ഞ് കയർ മാറ്റ് മേടിക്കാൻ പോയി. കയർ മാറ്റ് മേടിക്കാൻ ചെന്നപ്പോൾ അവിടെ നല്ല മനോഹരമായൊരു മാറ്റ് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു നിസ്കാരപ്പായാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ, കൊള്ളാം, മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നല്ല സാധനം എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചിട്ട് അതിൻ്റെ ബില്ല് കൊടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ട് ഞാൻ മുട്ട് മടക്കാനൊക്കാതെ ബൊലേറോയിൽ കാലിങ്ങനെ മടങ്ങത്തില്ല. 8 ആഴ്ച കാല് മുട്ട് മടക്കാതെ ഇരുന്നിട്ട് ഞാൻ അവിടെ നൊണ്ടിയാ പോയത്. നൊണ്ടി ചെന്ന് പായ ഓർഡർ ചെയ്തിട്ട് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാൻ കയർമാറ്റ് മേടിച്ച ഞാൻ എന്തൊരു പൊട്ടനാണെന്ന് ഞാൻ കർത്താവ്, ഇതെനിക്ക് ഒരു 5 മിനിറ്റ് ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ അത്രയും പൈസ എനിക്ക് ലാഭിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. എനിക്ക് മുട്ടുമേൽ നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാനൊരു ദൈവത്തോടൊരു തീരുമാനമെടുത്തു, എത്രയും പെട്ടെന്ന് ഞാൻ മുഴങ്കാലിൽ നിൽക്കും. അന്ന് ഒരു വിശ്വാസി എന്നെ ഒരാഴ്ച മുമ്പേ കാണാൻ വന്നു. വിശുദ്ധന്മാരുടെ എല്ലാം മുട്ടിലാണല്ലോ പിശാച് തൊടുന്നത് എന്നൊരു വാക്ക് പറഞ്ഞു. എൻ്റെ ചങ്കത്താ കൊണ്ടത്. ഇല്ല, ഇനി ഒരിക്കലും മുട്ടിന്മേൽ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എത്രയും പെട്ടെന്ന് ഞാൻ മുഴങ്കാലിൽ നിൽക്കും. ഞാനിപ്പോൾ ഇരുന്ന് ഓർക്കുക, ഇവിടെ ഒന്ന് മുഴങ്കാലിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, പിശാചിനെ, ദൈവമേ നീ എന്നെ സഹായിച്ചല്ലോ. മുഴങ്കാലിൽ നിന്ന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ, നിങ്ങളുടെ മുഴങ്കാലൊക്കെ ഒന്ന് തടവി നോക്കി, എന്തൊരു ബലമാണ്. ഇപ്പോൾ വിശുദ്ധന്മാർ പറഞ്ഞില്ലേ, കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്ന ദൈവം. ഞാൻ നിങ്ങളെ അധികം നേരം മുട്ടും നിർത്താൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ സന്തോഷം കൊണ്ട് ഒരു നീമയിൽ നമുക്ക് ദൈവത്തിന് അയക്കാം. ഇന്നലെ രാത്രി നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കിടക്കയിൽ. നാളെ രാത്രി നിങ്ങൾ എവിടെയായിരിക്കും? നിങ്ങളെല്ലാവരും നിങ്ങളുടെ കിടക്കയിൽ. ഇന്ന് രാത്രി നമ്മൾ എവിടെയാണ്? ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച്, സന്തോഷമുള്ളവരെന്ന കാര്യം ഉയർത്തി, ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഒരു നാൾ സ്വർഗത്തിൽ ആ പുതിയ യെരൂശലേമിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ദൈവത്തെ ആരാധിക്കും. അല്ലെ? വിശ്വാസമുള്ളവരെന്ന കാര്യം ഉയർത്തിയാട്ടെ. അയ്യോ, എന്തൊരു സന്തോഷമാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന പലരെയും ഇന്ന് ഇവിടെ കാണുന്നില്ലെങ്കിലും അവരെ നിത്യതയിൽ പുതിയ യെരൂശലേമിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധന്മാർ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ രാത്രിയില്ലാതെ, അന്ന് കിടക്കപ്പായി അന്വേഷിച്ച് ആരും നടക്കാൻ പോകുന്നില്ല. അന്ന് ഇപ്പോൾ ഇടയിൽ നിന്ന് ചിലർ വലിയുന്നത് പോലെ അന്ന് ആരും വലിയാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ദൈവത്തെ സന്തോഷത്തോടെ രാപകൽ
അന്യോന്യം പാടി ആരാധിക്കും. ഒന്ന് നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഇനി മുഴങ്കാലി നിങ്ങൾ നിർത്താൻ പോകുന്നില്ല. ഒരല്പസമയം ഒന്ന് മുഴങ്കാലിൽ നിൽക്കാമോ? നിങ്ങളുടെ നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. കാരണം എത്രയോ പേർക്ക് മുഴങ്കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല. ദൈവമേ, എനിക്ക് ഈ മുട്ട് തന്നല്ലോ, ഈ മുട്ടിൽ നിൽക്കാൻ എനിക്ക് കൃപ തന്നല്ലോ. ദൈവത്തിന് ഒരു നീവയിൽ നമുക്ക് അയക്കാം. എല്ലാവരും സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത്, കർത്താവേ എനിക്ക് മുഴങ്കാൽ തന്നല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കാലിന് അതിഭയങ്കരമായ വേദന. അത് എനിക്ക് പറയാൻ കഴിയില്ല. ഇരുന്ന ഇരിപ്പിന് വേദന വരും, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിപ്പം, അസഹ്യമായ വേദന. അപ്പോൾ ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ട് ഞാൻ എൻ്റെ മനസ്സുണ്ടെങ്കിൽ പിറുപിറുക്കിയ, കർത്താവ് ഇതെന്തൊരു വേദന, എനിക്ക് സഹിക്കാൻ വയ്യ, ഒരു ഭയങ്കര വേദന. നമ്മുടെ വേദന ആരോട് പോയി പറയും? അപ്പോൾ ഭയങ്കര സങ്കടം. ഞാനിങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ആ സിമെന്റ് ബെഞ്ചിൽ ഒരുമാതിരി പിറുപിറുപ്പോടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ ഞോണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഭിക്ഷക്കാരി യാചകനാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ തനിക്ക് കാലില്ല, താനിങ്ങനെ മുട്ടിൽ വരിക. എനിക്ക് സങ്കടം വന്നു. കർത്താവ്, ഞാൻ എന്തൊരു പൊട്ടനാണ്. എനിക്ക് കാല് വേദന വരുന്നെങ്കിൽ ആ വേദനിക്കുന്ന കാല് എന്നോട് എന്താണ് പറഞ്ഞത്? നിനക്ക് കാലുണ്ട്. അദ്ദേഹത്തിന് കാലുവേദനയില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് കാലില്ല. എന്നാൽ എനിക്ക് കാലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കാലുവേദന. കാല് തന്ന ദൈവം കാലിന് വേദന ഉണ്ടായെങ്കിൽ മാറ്റാനും ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായി എനിക്ക് സൗഖ്യം ദൈവം തന്നു. നിങ്ങളും ദൈവമക്കളെ എത്രയോ കാര്യങ്ങൾക്ക് പിറുപിറുക്കുകയായിരിക്കാം, എത്രയോ കാര്യങ്ങൾക്ക് നമ്മൾ പരാതി പറയുകയായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. അതിനുശേഷം ആരെങ്കിലും വന്ന് പറഞ്ഞ് തലവേദനയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, തലയുള്ളത് കൊണ്ടല്ലേ തലവേദനിക്കുന്നത്. എത്രയോ പേരുടെ തല പോയി, അവർക്ക് വേദനയില്ല. നിങ്ങൾക്ക് തലയുള്ളത് കൊണ്ടല്ലേ തലവേദനിക്കുന്നത്. നെഞ്ച് വേദനിക്കുന്നു, നിനക്കൊരു നെഞ്ചുള്ളത് കൊണ്ടല്ലേ അത് വേദനിക്കുന്നത്. നിനക്ക് കാല് വേദനിക്കുന്നു, കാലുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പിറുപിറുപ്പല്ല, പരാതികളല്ല, കുറ്റം പറച്ചിലല്ല, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ നന്മകളെ നമുക്ക് ഓർക്കാം, ദൈവത്തിന്റെ ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. കുറ്റം പറയുവായല്ല കർത്താവേ, നിന്റെ നന്മകൾ എത്രയോ എത്രയോ വലുത്. ഞാനത് ധ്യാനിക്കട്ടെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. നിന്റെ നന്മകളെ ഞാൻ മറക്കുകയില്ല കർത്താവേ, നിന്റെ ഉപകാരങ്ങൾ ഞാൻ മറക്കുകയില്ല. ഞാൻ പിറുപിറുപ്പുകാരനല്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്നെ ഏത് പാതയിൽ നടത്തിയാലും നീ നല്ലവൻ, നല്ലവൻ, നല്ലവൻ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. യഹോവ നല്ലവനെ നേറ്റു പറയോ. ദൈവം നല്ലവൻ, നല്ലവൻ, നല്ലവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നടത്തുന്ന ഏത് പാതയിലും ദൈവം നല്ലവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തത് ഒരു സ്തോത്രാരാധന കൂടെയാണല്ലോ. ഞാനിപ്പോൾ ആത്മാവിൽ ചില വിശുദ്ധന്മാരുടെ അടുക്കലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ചില ഭക്തന്മാർ അവർ സ്തോത്രം ചെയ്യുന്ന ചില വിഷയങ്ങൾ നമുക്ക് ഒന്ന് എത്തി നോക്കാം. അവര് എന്തിനൊക്കെ ആയിരിക്കും സ്തോത്രം ചെയ്യുന്നത്? നമുക്ക് അതുപോലെ ഒന്ന് സ്തോത്രം ചെയ്യാം. ചില ഭക്തന്മാർ, അവരുടെ അടുക്കൽ നമുക്ക് രഹസ്യത്തിൽ ചെന്ന് അവരുടെ സ്തോത്ര പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. അവരുടെ സ്തോത്ര പോയിന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായിട്ട് നമുക്ക് ഹന്ന അമ്മച്ചിയുടെ അടുത്തേക്ക് പോകാം. ഹന്നയെ അറിയാവുന്നവരൊന്ന് കരമുയർത്തിയാട്ടെ. ഹന്നയുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പോകാം. ഇപ്പോൾ ഹന്ന സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹന്ന സ്തോത്രം ചെയ്യുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഹന്ന ഒരാളുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുകയാണ്. ആരുടെ പേരാണെന്ന് അറിയാവുമോ? ഒരാളുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ആർക്ക് വേണ്ടിയാണ്? ശമൂവേലിന് വേണ്ടി അല്ലേ? അല്ല. ഹന്ന സ്തോത്രം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പേര് പറയുന്നുണ്ട്. പെനീനായിക്കായി സ്തോത്രം, പെനീനായിക്കായി സ്തോത്രം, പെനീനായിക്കായി സ്തോത്രം. എന്തുകൊണ്ടാ? കർത്താവേ, പെനീന എന്നെ കുത്തിയതിനായി സ്തോത്രം, പെനീന എന്നെ വിഷമിപ്പിച്ചതിനായി സ്തോത്രം, പെനീന എന്നെ ദുഃഖിപ്പിച്ചതിനായി സ്തോത്രം. എന്തുകൊണ്ടാ? അവൾ എന്നെ കുത്തിയത് കൊണ്ടാണ് എനിക്ക് ശമൂവേൽ എന്നൊരു ഉത്തമപുത്രനെ കിട്ടിയത്. മനസ്സിലായവരെന്ന് കരമുയർത്തിയാട്ടെ. നിങ്ങൾ എത്രയോ പേർ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രയോ പേർ നോവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി നീ സ്തോത്രം ചെയ്യുമോ?
അവൾ കുത്തിയത് കൊണ്ടാണ് ശമൂവേൽ എന്നൊരു ഉത്തമപുത്രനെ ഹന്നായിക്ക് ലഭിച്ചത്. നിന്നെ എത്രയോ പേർ കുത്തി മുറിവേൽപ്പിച്ചത് കൊണ്ട് നിനക്ക് എത്രയോ നന്മകൾ, ഉത്തമമായ നന്മകൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ശരിയാണെന്ന് പറയാൻ കഴിവുള്ളവർ മാത്രമെന്ന് കരമുയർത്തിയാട്ടെ. നിന്നെ കുത്താൻ ദൈവം ആളെ തന്നത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ ഉള്ളിൽ ഒരു ശമൂവേൽ ഉരുവായിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? അതേ കർത്താവേ, എന്നെ കുത്തിയവരെ ഞാൻ പ്രാകാറുണ്ട്, ശപിക്കാറുണ്ട്, ഇനി ഞാൻ ചെയ്യത്തില്ല. എന്നെ കുത്തുന്നവർക്കായി സ്തോത്രം, എന്നെ മുറിവേൽപ്പിച്ചവർക്കായി സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്തേ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്നെ ആരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടോ, നിന്നെ ആരെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ, അവരോടുള്ള കയ്പ് പോകട്ടെ, അവരോടുള്ള വിദ്വേഷം പോകട്ടെ. ഇന്ന് നീ ഒരു പുതിയ സൃഷ്ടിയായി തീരും. നിന്നെ വേദനിപ്പിക്കുന്നവർക്കായി സ്തോത്രം ചെയ്തു കൊള്ളുക. എല്ലാവരും ദൈവമക്കൾ, അതേ നമുക്കൊരു ഉന്നത നിലവാരത്തിലേക്ക് വരാം. ഇന്ന് രാത്രി ഒരല്പസമയം ആ ഹന്നായെ പോലെ, ഹന്ന അമ്മച്ചി സ്തോത്രം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ അവൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ പെനീന ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു ശമൂവേലിനെ കിട്ടുമായിരുന്നില്ല. ഈ പെനീന ഇല്ലായിരുന്നെങ്കിൽ എന്റെ പേര് ലോകം ഓർക്കത്തേ ഇല്ലായിരുന്നു. അതല്ലേ, പെനീന എന്നൊരു സ്ത്രീ ഈ ഹന്നായെ വിഷമിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ ഹന്ന എന്നൊരു പേര് കാണത്തില്ല. അതെ, നിന്നെ കുത്തുവാൻ പലരുമുണ്ടെങ്കിൽ നിന്റെ പേര് അത് പ്രശസ്തമായി തീരും, നിന്റെ പേര് ഉന്നതമായി തീരും. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിയാട്ടെ. നിങ്ങൾക്ക് മനസ്സിൽ ആരോടെങ്കിലും ഒരു കയ്പ് തോന്നുന്നുണ്ടോ? നിങ്ങളെ കുത്തിയവരുടെ മുഖം നിങ്ങളുടെ മുൻപിൽ ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളെ കുത്തി വേദനിപ്പിച്ചവർ, നിങ്ങളെ ഭാരപ്പെടുത്തിയവർ, നിങ്ങളുടെ ജീവിതം കൈപ്പാക്കിയവരുടെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കൊരല്പനേരം സ്തോത്രം ചെയ്യാം. ദൈവ പൈതലിന്റെ ഉള്ളിൽ കയ്പില്ല. പണ്ട് ബെന്നിയപ്പച്ചൻ സ്റ്റഡി എടുത്തപ്പോൾ പ്രാവ്, ദൈവസഭയെ പ്രാവിനോട് ഉപമിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: പ്രാവിന്റെ ഉള്ളിൽ പിത്തസഞ്ചിയില്ല, അല്ലെങ്കിൽ കയ്പില്ല എന്ന് താൻ പറയുകയുണ്ടായി. എനിക്കറിഞ്ഞുകൂടാ, വിശുദ്ധന്മാർ പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. പ്രാവിന്റെ ഉള്ളിൽ കയ്പില്ല. നീ ദൈവത്തിന്റെ പ്രാവ് നിഷ്കളങ്കയുമാണെങ്കിൽ നിന്റെ ഉള്ളിൽ കയ്പുണ്ടായിരിക്കരുത്. ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയാട്ടെ. ഞാൻ കയ്പില്ലാതെ സ്തുതിക്കട്ടെ. എന്നെ പകച്ചവർ, എന്നെ കുത്തിയവർ, എന്നെ മുറിവേൽപ്പിച്ചവർ, എന്നെ വേദനിപ്പിച്ചവർ, ജീവിതം കൈപ്പാക്കിയവർ, ദൈവമേ അവർക്കായി സ്തോത്രം, അവർക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. ദൈവമക്കൾ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ദൈവം എത്രമാത്രം സന്തോഷിച്ചിരിക്കും. ഹന്നായുടെ നിങ്ങളുടെ വീട്ടിലും നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്തോത്രം ചെയ്യുക. കർത്താവേ, എന്നെ വേദനിപ്പിച്ചവർക്കായി സ്തോത്രം. അവർ നിന്റെ ആയുധങ്ങളായിരുന്നു. അവർ നിന്നാൽ ദൈവം അയച്ച ദൂതന്മാരായിരുന്നു. അവർ എന്നെ കുത്തിയാണ് കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് ഉന്നതമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൺകുട്ടി എന്നിൽ ഉരുവായത്, ഹന്നായുടെ ഉദരത്തിൽ ഒരാൺകുട്ടി ഉരുവായത് അവളെ കുത്തുവാൻ പെനീന ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നെ കുത്തുവാൻ കർത്താവേ മുള്ളുകൾ ഉള്ളത് കൊണ്ടാണ് എന്റെ സൗരഭ്യം വെളിപ്പെടുന്നത്. തീയപ്പച്ചൻ മനോഹരമായി പറഞ്ഞു. ഷാരോനിലെ പനിനീർ പുഷ്പം, റോസാ പുഷ്പം യേശുവാണെങ്കിൽ ആ മുള്ളിനെ കുത്തുന്തോറും അതിൽ നിന്ന് സൗരഭ്യം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. നിർഭാഗ്യവശാൽ എന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ വന്നില്ല. പലപ്പോഴും എന്റെ ജീവിതത്തിൽ എന്നെ കുത്തിയവർക്ക് വിരോധമായിട്ട് എനിക്ക് അല്പമല്ലാത്ത കയ്പും വിദ്വേഷവും തോന്നി. എന്നാൽ അങ്ങനെ ഞാൻ ജീവിച്ചെങ്കിൽ എനിക്ക് എന്റെ പ്രാവ് നിഷ്കളങ്കയും എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് പറയാം, കർത്താവേ, എന്നെ കുത്തിയവർക്കായി സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളല്ല കുത്തേറ്റിട്ടുള്ളവരുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മുറിവേറ്റിട്ടുള്ളവരുണ്ടെങ്കിൽ ആ മുറിവുകൾ നിമിത്തം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമീൻ. എനിക്ക് ഈ അടുത്ത സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, യേശുവിനെ ചുംബിക്കാൻ എനിക്ക് ആഗ്രഹം. ഏത് യേശുവിനെയാണ്? പൊന്മുടി ധരിച്ച, തേജസ് അണിഞ്ഞ യേശുവിനെയല്ല. എനിക്ക് ഭയങ്കര കൊതി വന്നു യേശുവിനെ ചുംബിക്കണം, കെട്ടിപ്പിടിക്കണം. എങ്ങനെയുള്ള യേശുവിനെയാണെന്നറിയാമോ? ശരീരം മുഴുവൻ തകർക്കപ്പെട്ട്
ചീന്തി വലിക്കപ്പെട്ട് ചോര കട്ടുപിടിച്ച് ശരീരത്തിൽ പൊറ്റ പിടിച്ച് മാംസമൊക്കെ പിച്ചിപ്പറിച്ച ആ യേശുവിൻ്റെ മുതുകത്ത് ആ ഉഴവുചാൽ പോലെ കീറിയ ആ മുറിവിൽ ഞാൻ ഒരു ഭംഗിവാക്ക് പറയല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹം, കർത്താവേ, ആ ഉഴവുചാൽ പോലെ കീറി പിളർന്ന മുതുകത്ത് എൻ്റെ മുഖം അമർത്തി എനിക്ക് ചുംബിച്ച് എനിക്ക് എൻ്റെ കർത്താവിനെ കെട്ടിപ്പിടിക്കണം. എൻ്റെ കർത്താവേ, നീ അങ്ങനെ തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. നീ ആ മുറിവേറ്റത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമാധാനമായി ജീവിക്കുന്നത്. അങ്ങയുടെ അടിപ്പിണരുകളാണ് എൻ്റെ സൗഖ്യം. കർത്താവേ, എനിക്ക് കർത്താവിനെ ചുംബിക്കണം. എനിക്ക് എൻ്റെ യേശുവിൻ്റെ പൊന്നുമുഖത്തെ കാണണം. അത് തേജസ് അണിഞ്ഞ മുഖത്തെ അല്ല, അത് പൊൻകിരീടം അനേക രാജമുടികൾ ധരിച്ച കർത്താവിനെയല്ല, എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവ്, എനിക്ക് വേണ്ടി നിന്ദിതനായ കർത്താവ്, എനിക്ക് വേണ്ടി ത്യജിക്കപ്പെട്ട കർത്താവ്, എനിക്ക് വേണ്ടി എല്ലാവരും അപമാനിക്കപ്പെട്ട കർത്താവ്, എനിക്ക് അവനെ കാണണം. ആഗ്രഹിക്കുന്നവർ മാത്രം എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. അന്ന് തോമസ് പറഞ്ഞതുപോലെ എനിക്ക് ആ വിലാപ്പുറത്ത് കൈയിടണം, എനിക്ക് അവൻ്റെ ആണിപ്പഴുതുള്ള കരം കാണണം. എനിക്ക് തമിഴിലൊരു പാട്ടുണ്ട്, ആണിപായ്ച്ചപ്പെട്ട കരം കണ്ടിടുവേ, ആണിപായ്ച്ചപ്പെട്ട കരം കണ്ടിടുവേ, എൻ അങ്കലായ്പ് തീരമുത്തം കൊടുത്തിടുവേൻ, എൻ അങ്കലായ്പ് തീരമുത്തം കൊടുത്തിടുവേൻ. കർത്താവിനെ ഞാൻ കാണും, ഞാൻ അവൻ്റെ ആ ആണി തുളച്ച കരം കാണും. അതിന്റെ അടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ്? വാരടിപ്പെട്ട മുതുകை പാർത്തിടുവേ, വാരടിപ്പെട്ട മുതുകை പാർത്തിടുവേ, എന്നെ ദാനൻ. ആ പാട്ട് ശാലേമിൻ നഗരാധിപതി വരികை എന്നൊരു പാട്ടുണ്ട് അല്ലേ? എന്നെ ആവൽ തീര ഞാൻ അകമകിഴ്വേൻ. അപ്പോൾ കർത്താവിനെ കാണണം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, തുളയ്ക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, മുറിവേറ്റ കർത്താവ്. നമുക്കും കർത്താവിനെ കാണാം. ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കേണ്ടതിനായി ചേർന്ന് എല്ലാവരും സ്തോത്രം ചെയ്യാം. സോദരം 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 ആമീൻ. ഇപ്പോൾ നമുക്ക് ഔസേപ്പച്ചാന്റെ വീട്ടിൽ പോകാം. യോസേപ്പിന്റെ സ്തോത്ര പ്രാർത്ഥന പോയൊന്ന് നോക്കാം. യോസേപ്പ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോസേപ്പ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോസേപ്പിന്റെ സ്തോത്രം എന്തായിരിക്കാം? യോസേപ്പ് രൂപേനായി സ്തോത്രം, ശിമയോനായി സ്തോത്രം, ഗാദിനായി സ്തോത്രം, ആശേറിനായി സ്തോത്രം, ഭാര്യ ആസ്നത്ത് അല്ലേ, ആസ്നത്ത് പനേഹ് അവളാന്ന് തോന്നുന്നു. അവളൊന്ന് ചോദിക്കുക, എന്തു വെച്ചാ ഇവർക്ക് വേണ്ടി എല്ലാം സ്തോത്രം ചെയ്യുന്നത്? അവരല്ലേ അച്ഛാ എൻ്റെ ഈ ഗതിക്കെല്ലാം കാരണം. എടി, അവന്മാരില്ലായിരുന്നെങ്കിൽ ഞാനെങ്ങനെ ഈ സ്ഥാനത്തെത്തിയേനെ? എന്നെ പകച്ച, എന്നെ ചതിച്ച, എന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട എൻ്റെ സഹോദരന്മാർക്കായി സ്തോത്രം, സ്തോത്രം. നിങ്ങളെ ചതിച്ചവരുണ്ടോ? നിങ്ങളെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചവരുണ്ടോ? അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടോ? എൻ്റെ സ്നേഹിതന്മാർ എന്നെ ചതിച്ചു, എൻ്റെ സഹോദരങ്ങൾ എന്നെ ചതിച്ചു, എൻ്റെ സഹോദരങ്ങൾ എന്നോട് ദയ തോന്നേണ്ട സമയത്ത് എന്നോട് ദയ കാണിച്ചില്ല. അത് ഓർക്കുമ്പോഴേ കയ്പ്, വിദ്വേഷമൊക്കെ വരികയാണോ? ഇല്ല. നമുക്ക് യോസേഫിനെ പോലെ ആകാൻ താല്പര്യമുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. ആരെങ്കിലും ഉണ്ടോ? എന്നെ ചതിച്ചവർക്കായിട്ട്, എന്നോട് കരുണ കാണിക്കാതെ പോയവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ പോവുക. ഇത് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം തന്റെ അനന്തമായ പദ്ധതിയോടെയാണെന്ന് നീ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഹോദരങ്ങളിൽ നിന്ന് മുറിവേറ്റവർ, കൂട്ടുകാരിൽ നിന്ന് മുറിവേറ്റവർ, ചതിക്കപ്പെട്ടവർ, കരുണ ലഭിക്കേണ്ട സമയത്ത് കരുണ ലഭിച്ചിട്ടില്ല എങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്നോട് കരുണയുള്ള ഒരു കർത്താവുണ്ട്. നിന്റെ കരച്ചിൽ, പൊട്ടക്കിണറ്റിൽ കിടന്നുള്ള യോസേഫിന്റെ കരച്ചിൽ സഹോദരന്മാർ കേട്ട ഭാവം നടിച്ചില്ലെങ്കിൽ അത് ദൈവത്തിന്റെ കാതുകളിലെത്തി. ദൈവം അവനെ അവിടെ നിന്ന് വിടുവിച്ചു. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ആമേൻ.
ദൈവമക്കള് ദൈവസന്നിൽ വന്ന് എനിക്ക് കപ്പലണ്ടി മുട്ടായി വേണം, കടല മുട്ടായി വേണമെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുകയല്ല. അതൊക്കെ എന്താ പറഞ്ഞത്? ഒരു ചൈൽഡിഷായിട്ട് സില്ലി മാറ്റേഴ്സാ. നിങ്ങൾ അതിനൊന്നുമല്ല സ്തോത്രം ചെയ്യേണ്ടത്. ഭക്തന്മാർ സ്തോത്രം ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. കർത്താവേ, എന്നോട് കരുണ കാണിച്ചില്ല എങ്കിൽ ദൈവത്തിന് സ്തോത്രം. അവരെന്നോട് കരുണ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ദയ ലഭിക്കുമായിരുന്നില്ല. അവരെന്നോട് മനസ്സലിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നീ സൗഭാഗ്യം ലഭിക്കുമായിരുന്നില്ല. അതേ ദൈവം യോസേഫിന് മനസ്സിലാക്കി കൊടുത്തു. കൂട്ടുകാർക്ക് ഒരല്പസമയത്തേക്ക് നിന്നോട് കരുണ തോന്നിയില്ലായിരിക്കാം. യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ അല്പസമയത്തേക്ക് എന്റെ മുഖം നിന്നോട് മറച്ചു, എന്നാൽ നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. ഒരല്പസമയത്തേക്ക് കരുണ ലഭിക്കാതെ പോയേക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. എനിക്ക് കരുണ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് എനിക്ക് ലഭിച്ചത് ക്രൂരമായ വാക്കുകളായിരുന്നു. എന്നാൽ ദൈവമേ, അതിനായി സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവം ഇതിലാണ് പ്രസാദിക്കുന്നത്. ദൈവം നിന്നെ നടത്തുന്ന വഴികളുടെ രഹസ്യം മനസ്സിലാക്കി നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗ്ഗം ആനന്ദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. അടുത്തതായിട്ട് യോസേഫിന്റെ അടുത്ത സ്തോത്ര പോയിന്റ് ആർക്ക് വേണ്ടിയായിരിക്കാം? അതാണ് അതിനേക്കാളും രസം. ഭാര്യ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ യോസേഫ് ഒരു പ്രത്യേക പേര് പറയുന്നുണ്ട്, പോത്തിഫറിന്റെ ഭാര്യയ്ക്കായി സ്തോത്രം കർത്താവേന്ന്. ഈ ഭാര്യ, യോസേഫിന്റെ ഭാര്യ അന്തം വിട്ട് നോക്കിക്കാണും. ഇങ്ങേരെന്തൊരു മനുഷ്യനാണ്, അവക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമോ? അച്ഛൻ്റെ പേര് നാറ്റിച്ചത് അവളല്ലേ? അപ്പോൾ യോസേഫ് പറയും, അവളെന്റെ പേര് അന്ന് നാറ്റിച്ച് എന്നെ ആ തടവറയിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഭർത്താവായിട്ട് ഞാനെങ്ങനെ വരുമായിരുന്നു? ഞാനെങ്ങനെ മിസ്രൈമിലെ ഗവർണറായി മാറുമായിരുന്നു? അവളെ ദൈവം ഉപയോഗിച്ചതാണ്. എന്റെ പേര് ചീത്തയാക്കാൻ ദൈവമാണ് അവളെ വെച്ചത്. അവൾക്കായി സ്തോത്രം. നിങ്ങളെ ദുഷിക്കുന്നവര്, പഴിക്കുന്നവര്, നിങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവരുണ്ടോ? അത് യോസേഫിന്റെ കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. യോസേഫ് നിരപരാധിയാണെന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടവനാണ്. എന്നാൽ അത് പിന്നീട് അപ്രസക്തമായെന്നുള്ളതാണ്. രാജാവിനോട് പറയുന്നു, ഒരുത്തൻ തടവറയിൽ കിടക്കുന്നുണ്ട്, അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കും. തടവറയിലോ? എന്താ കേസ്? ഓ, പെണ്ണ് കേസാ. എന്നാ പിന്നെ അവൻ വേണ്ട എന്ന് പറഞ്ഞില്ല. എന്തായാലും അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതുപോലെ ജ്ഞാനമുള്ള ഒരുത്തനെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കേസുകൾ ശരിയോ തെറ്റോ അതൊന്നും രാജാവ് അന്വേഷിക്കാൻ പോയില്ല. രാജാവ് മനസ്സിലാക്കി, ഇവനാണ് നമ്മുടെ ജീവരക്ഷയ്ക്ക് അത്യാവശ്യമുള്ളവൻ. ഇതുപോലെ നോക്കുക, നമ്മുടെ പേര് ചീത്തയാക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കർത്താവിൻ്റെ പേര് ചീത്തയായാൽ സാരമില്ല, പക്ഷെ എൻ്റെ സ്വഭാവം ചീത്തയാകരുത്. അതേ ഉള്ളൂ എനിക്ക് വിഷയം. എനിക്ക് അതിലേ ഉള്ളൊരു സങ്കടം, എൻ്റെ സ്വഭാവം ചീത്തയാകരുത്. പേര് ചീത്തയായാലൊന്നും വലിയ കുഴപ്പമില്ല, അത് സാരമില്ല, കർത്താവ് നമുക്ക് നല്ലൊരു പേര് തരും. എന്നാൽ സ്വഭാവം ചീത്തയായാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് സ്വഭാവം ചീത്തയാകാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് താഴ്ത്തി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ദൈവത്തോട് ഇന്നാൾ പറഞ്ഞു, കർത്താവേ, ഞാൻ 19 വർഷം സുവിശേഷ വേല ചെയ്തു, പക്ഷേ ഈ 19 വർഷം കൊണ്ട് നേടിയെന്ന് പറയാനൊന്നുമില്ല. ഇന്നും നീ എന്നെ വിട്ട് അരമിനിറ്റ് മാറിയാൽ, ഒരു ദിവസം നീ എൻ്റെ കൂടെയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാനായിരിക്കും ലോകത്തിൽ ഏറ്റവും ദുഷ്ടൻ, ഏറ്റവും നീചൻ, ഏറ്റവും ഭോഷൻ ഞാനായിരിക്കും. ദൈവം എന്നോട് കൂടെ ഇല്ലാത്ത 1 മണിക്കൂറുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ ഞാനായിരിക്കും ഏറ്റവും മോശക്കാരൻ. അതുകൊണ്ട് കർത്താവേ, ഒരു അരമിനിറ്റ് പോലെ എന്നെ വിട്ട് പോകരുത്. കാരണം എനിക്ക് കഴിവില്ല, സാമർഥ്യമില്ല, എനിക്ക് സ്വയമായി ഒന്നും സാധ്യമല്ല. ദൈവം എന്നെ വിട്ട് അരമിനിറ്റെങ്കിലും മാറിയാൽ ആ അരനിമിഷം കൊണ്ട് പിശാച് എന്നെ അടിയാഴത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ എത്ര കൊല്ലം വേല ചെയ്തെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ മണിക്കൂർ കണക്കിന് പ്രാർത്ഥിച്ചെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ നിമിഷത്തിൽ ജയജീവിതം നയിക്കാൻ കഴിയൂ. ഇത് അംഗീകരിക്കാൻ മനസ്സുള്ളവരുണ്ടോ? ഇല്ല, ഞാനൊരു വിശുദ്ധനാണ്, എൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇന്ന് ജയമെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ വിഡ്ഢിയുടെ സ്വർഗത്തിലാണ്. ഇന്ന് സ്തോത്രം ചെയ്ത്, ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് ദൈവത്തോടു കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ നിനക്ക് ഇന്ന് ജയമുള്ളൂ. ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് നാളെ നിനക്ക് ജയമില്ല. നീ നാളെ പ്രാർത്ഥിച്ചെങ്കിൽ, നീ നാളെ ദൈവത്തോടുകൂടെ നടന്നെങ്കിൽ മാത്രമേ നാളെ നിനക്ക് ജയമെടുക്കാൻ കഴിയൂ. നീ തികച്ചും ദുർബലനാണ്. നീ വെറും ഒരു ബലഹീനനായ കുഞ്ഞാട് മാത്രമാണ്. നിന്റെ ഇടയൻ നിന്നോട് കൂടെയില്ലെങ്കിൽ നിന്നെ പിശാച് കീറിക്കളയും. അത് മനസ്സിലാക്കി ഒന്ന് കരമുയർത്തിയാട്ടെ. സഹായത്തിന്റെ കരം ദൈവത്തിലേക്ക് ഉയർത്താ. ദൈവം എന്നോട് കൂടെയില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. അതേ കർത്താവേ, എന്നെ ദുഷിക്കുന്നവർക്കായി, എന്നെ പഴിക്കുന്നവർക്കായി, എന്നെ നിന്ദിക്കുന്നവർക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ, നിനക്ക് സ്തോത്രം. എല്ലാവരും ഒന്ന് നന്നായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ദൈവമക്കൾക്ക്
എത്രയോ പേർക്ക് പരാതിയും സങ്കടവും കാണും. അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അവരെന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എന്നാലും ഇങ്ങനെയൊക്കെ പറയാമോ? ഇല്ല, ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം നീ എന്നാൽ നിന്നെ താഴ്ത്തുക, നീ ദൈവത്തിൽ ശരണപ്പെടുക, അവനെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്താട്ടെ. നിരാശക്കിടമില്ല, നിരാശക്കിടമില്ല. ഒരു ദൈവ പൈതലിന് പിറപിറപ്പിന് അവകാശമില്ല. നമുക്കൊരു പാട്ടുണ്ട്, ഇല്ല നിരാശയ്ക്ക് അവകാശം. ഒരു ദൈവ പൈതലിന് നിരാശപ്പെടാൻ അവകാശമില്ല, അവന് പരാതി പറയാൻ അവകാശമില്ല. ദൈവം നടത്തുന്ന വഴിയിൽ സ്തോത്രം ചെയ്യുവാൻ മാത്രമേ അവന് അവകാശമുള്ളൂ. വിശ്വസിക്കുന്നവർ കരമുയർത്തിയാട്ടെ. നിന്നെ ദൈവം ഏത് പാതയിൽ കൂടെ നടത്തിയാലും നീ അവിടെയെല്ലാം സ്തുതിച്ച് ജയമെടുക്കുക. നിന്നെ നിന്ദിക്കുന്നവർക്കായി, നിന്നെ പഴിച്ചവർക്കായി, നിന്നെ ദുഷിച്ചവർക്കായി, നിന്നെ അപമാനിച്ചവർക്കായി നീ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഒരുപക്ഷെ അവന്റെ ശാപം കേട്ടിട്ടായിരിക്കും ദൈവത്തിന് എന്നോട് കരുണ തോന്നാൻ പോകുന്നത്. അല്ലെ ദാവീദ് അങ്ങനെയല്ലേ പറയുന്നത്? ശിമെയി പ്രാകുമ്പോൾ ദാവീദ് പറയുന്നു, അവന് ശപിക്കട്ടെ, കാരണം അത് കേട്ടെങ്കിലും ദൈവത്തിന് എന്നോടൊരു മനസ്സലിവ് തോന്നിയാലോ. ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മെ ശപിക്കട്ടെ. സ്നേഹിതർ, ഒരു പാട്ടുണ്ടല്ലോ, സ്നേഹിതർ ത്യജിക്കട്ടെ മതിഹീനനായി. അങ്ങനെ ഒരു പാട്ടുണ്ട്. സ്നേഹിതർ ത്യജിക്കട്ടെ മതിഹീനനായി. അങ്ങനെ ഒരു പാട്ടുണ്ട്. എന്തോ അതിന്റെ തുടക്കം? അതല്ല. എന്നുറ്റോർ അല്ലേ, എന്നുറ്റോർ ചുമത്തട്ടെ തെറ്റാം വിധി, എന്നുറ്റോർ ചുമത്തട്ടെ തെറ്റാം വിധി, വിണ്ണിൽ നാഥനറിയും സത്യസ്ഥിതി, വിണ്ണിൽ നാഥനറിയും സത്യസ്ഥിതി, പ്രേമമേറിയിടുന്നേ വാസം പൂർത്തിയിടവേ, പ്രേമകാന്തൻ കൂടെ നിത്യ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ പഴിച്ചവരുണ്ടോ, ദുഷിച്ചവരുണ്ടോ, അപമാനിച്ചവരുണ്ടോ, എന്തായിരുന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന് നമ്മളോട് ദയ തോന്നും, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നും. അവൻ ചെയ്യാതെയായി തീരും. കയ്പില്ല, വിദ്വേഷമില്ല, പരാതിയില്ല, നിരാശയില്ല. എല്ലാവരും സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് ശമൂവേലിന്റെ വീട്ടിൽ പോകാം. ശമൂവേൽ ദൈവത്തിന്റെ ആലയത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ബെന്നിയപ്പച്ചന്റെ ഒരു സാക്ഷി കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ അപ്പനെയും അമ്മയെ അന്വേഷിച്ചു, അവരെ കണ്ടില്ല, അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അദ്ദേഹം ഞങ്ങളെല്ലാം കുറച്ച് കൊച്ചു പ്രദേശിമാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറയാൻ, ഒരു ദിവസം ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെ അന്വേഷിച്ചു, അവരെ കണ്ടില്ല, അവരെന്നെ കുഞ്ഞുപ്രായത്തിൽ കളഞ്ഞു വിട്ടുപോയി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തിരിച്ചറിവായപ്പോൾ ഞാൻ പകരം വീട്ടി, ഞാൻ അവരെ ഉപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തിരിച്ചറിവായപ്പോൾ ഞാൻ അവരെയും ഉപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ എന്തായിരിക്കും പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ യഹോവ എന്നെ ചേർത്ത് കൊണ്ടിരിക്കുന്നു. ഇതാ ഇസ്രായേലിൽ ഒരു ശ്രേഷ്ഠ പ്രവാചകനായിട്ട്, വിശ്വസ്ത പ്രവാചകനായിട്ട് ദൈവത്താൽ ഉയർത്തപ്പെട്ടു. നിന്നെ പലരും ഉപേക്ഷിച്ചവരായിരിക്കാം. അങ്ങനെയുള്ളവരുണ്ടോ? ഉപേക്ഷിക്കപ്പെട്ടെന്ന് തോന്നൽ വന്നിട്ടുണ്ടോ? എന്നെ എല്ലാവരും കൈവിട്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നീ ദൈവത്തെ ഇപ്പോൾ സ്തുതിക്കണം. കരമുയർത്തിയാട്ടെ. എന്നെ പലരും കൈവിട്ടല്ലോ കർത്താവേ, എന്നെ ഉപേക്ഷിച്ചല്ലോ കർത്താവേ, എന്നെ സ്നേഹിക്കുമെന്നും അന്ത്യം വരെ കൂടെ കാണുമെന്നും കരുതിയ പലരും എന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ പോയപ്പോൾ അത് നന്മയ്ക്കായിരുന്നു. ദൈവം എന്നെ ചേർത്തെന്ന് പറയാൻ കഴിവുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരുപക്ഷെ ഇന്ന് നിനക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ നിനക്കുണ്ടായാൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നമുക്ക് വിശ്വസിപ്പാൻ സാധ്യമല്ല. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ഉപേക്ഷിച്ചവർ, നമ്മെ തള്ളിക്കളഞ്ഞവർ, കണ്ടിട്ട് കാണാതെ പോയവർ, നമുക്ക് അവർക്കായി സ്തോത്രം ചെയ്യാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിയ
നമുക്കും കൂടെ മൊർദെഖായിയുടെ വീട്ടിൽ പോകാം. മൊർദെഖായിയുടെ സ്തോത്ര പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കാം. മൊർദെഖായിയോട് കൂട്ടുകാരെല്ലാം പറയുന്നു, നീ രാജാവിനോട് വലിയ ഭക്തിയൊക്കെ കാണിച്ചു, പക്ഷേ നീ ചെയ്ത നന്മയ്ക്ക് രാജാവിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അപ്പോൾ മൊർദെഖായി പറഞ്ഞു കാണും, ജ്ഞാനിയായ ശലോമോൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. രാജാവ് എന്നെ മറന്നു, ഞാൻ ചെയ്ത ഉപകാരം ഓർമ്മയില്ല. നിങ്ങൾ എത്രയോ പേർക്ക് സഹായം ചെയ്തു, ഒരു പ്രത്യുപകാരവും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ചെയ്ത നന്മകൾ ഒരുപക്ഷെ പ്രായമുള്ള അപ്പച്ചന്മാർ ചിന്തിക്കും, ഞാൻ ഈ വേലയ്ക്ക് വേണ്ടി പഴയ വിശുദ്ധന്മാരെ സ്നേഹിച്ചു, എന്നാൽ ഇന്ന് ഒരുപക്ഷെ എൻ്റെ നന്മ ആരും അറിയുന്നില്ല, ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് എനിക്കൊരു പ്രതിഫലം കിട്ടിയില്ല, തരാൻ സമയമായിട്ടില്ല. മനസ്സിലായൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തരാൻ സമയമായിട്ടില്ല. ഇപ്പോൾ മൊർദെഖായി സ്തോത്രം ചെയ്യുന്നത്, കർത്താവേ, അന്ന് രാജാവ് എന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരാതിരുന്നത് കൊണ്ട് സ്തോത്രം, രാജാവ് എന്നെ മറന്നതുകൊണ്ട് സ്തോത്രം. എല്ലാവരും ഒന്ന് കരമുയർത്തിയാട്ടെ. രാജാക്കന്മാർ, നേതാക്കന്മാർ നമ്മളെ മറക്കുന്നെങ്കിൽ നന്മയ്ക്കാണ്. എന്തുകൊണ്ടാണ്? ഓർക്കേണ്ട സമയത്ത് ദൈവം അവരെ ഓർമ്മിപ്പിക്കും. ഞാൻ ചെയ്ത എൻ്റെ അധ്വാനം മറന്നുപോയി, ഞാൻ അനുഭവിച്ച ത്യാഗം മറന്നുപോയി, ഞാൻ അനുഭവിച്ച കഷ്ടം മറന്നുപോയി. എല്ലാവരും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയും, ഞാൻ കഷ്ടപ്പെട്ടതൊന്നും ഓർമ്മയില്ല, ഞാൻ പാടുപെട്ടതൊന്നും ആർക്കും ഓർമ്മയില്ല, ഞാൻ കർത്താവിന് വേണ്ടി. എന്നാൽ ദൈവത്തിന്റെ നാമത്തോട് നിങ്ങൾ കാണിച്ച സ്നേഹപ്രയത്നത്തെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവനല്ല. രാജാവ് ഓർക്കേണ്ട സമയത്ത് ദൈവം ഓർക്കും. രാജാവ് അന്ന് ഓർത്തിരുന്നെങ്കിൽ അവനൊരു പട്ടും വളയും പൊന്നാടയും കൊടുത്ത് അവനെ പറഞ്ഞയച്ചേനെ. ദൈവം അത് മറപ്പിച്ചതാണ്. ദൈവ പൈതലേ, അത് രാജാവിന്റെ കുറ്റമല്ല. ചില സമയത്ത് നമ്മൾ അധ്വാനങ്ങൾ മറ്റുള്ളവർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അത് ദൈവത്താൽ വരുന്നതാണ്, അവരുടെ കുറ്റമല്ല. നമ്മൾ മനുഷ്യർക്കെതിരെ വെറുതെയും ഇവരെല്ലാം ദൈവത്തിന്റെ ആയുധങ്ങൾ മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവരെല്ലാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടത് കൊണ്ടാണ്. ശമൂവേൽ ഹന്നായെ കുത്താൻ പെനീനായി എഴുന്നേൽപ്പിച്ചത് ദൈവമാണ്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാജാവ് അന്ന് മറന്നത് എത്ര നന്നായി. പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് രാജാവിന് ഓർമ്മ വന്നു, മൊർദെഖായിക്ക് എന്ത് കൊടുത്തു? അയ്യോ, ഒന്നും കൊടുത്തിട്ടില്ല, ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലേ? രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്ത് കൊടുക്കണം? ഹാമാനോട് വിളിച്ചു ചോദിച്ചു. അവൻ പറഞ്ഞു, രാജാവിനെ പോലെ അവനെ ആകണം. രാജാവ് കയറുന്ന കുതിരപ്പുറത്ത്, രാജാവ് ധരിക്കുന്ന വസ്ത്രം ധരിച്ച്, രാജാവിന്റെ പ്രധാന ആ സേവകൻ ഇവനെ കൊണ്ടു നടന്ന് മാനിക്കണം. ഇപ്പോൾ മൊർദെഖായി വീട്ടിൽ വന്ന് എന്തായിരിക്കും സ്തോത്രം ചെയ്യുന്നത്? എന്നെ രാജാവ് മറന്നതിനായി സ്തോത്രം, അന്ന് എനിക്ക് പ്രതിഫലം കിട്ടാതെ പോയത് കൊണ്ട് സ്തോത്രം, അന്ന് കർത്താവേ എന്റെ അധ്വാനങ്ങൾ എല്ലാവരും മറന്നതിനായി സ്തോത്രം. ഇന്ന് നമ്മൾ വെറുതെക്കുകയില്ലേ? ഞാനും നിങ്ങൾ എത്രയോ പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, എന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി എന്റെ പിതാക്കന്മാർ അനുഭവിച്ച ത്യാഗങ്ങൾ ഇന്ന് മറക്കപ്പെട്ടു പോയോ? ഇല്ല, ദൈവത്തിന്റെ സ്മരണ പുസ്തകത്തിൽ അതുണ്ടെന്ന് വിശ്വാസമുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. ദൈവം നിന്നെ മറന്നിട്ടില്ല. ഓർക്കേണ്ട സമയത്ത് ദൈവം ഓർക്കും. ഓർക്കേണ്ട സമയത്ത് ഓർമ്മിപ്പിക്കേണ്ടവരെ ദൈവം ഓർമ്മിപ്പിക്കും. അതുവരെ മറക്കുന്നെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇല്ല, എന്റെ പ്രവൃത്തികളെ മറ്റുള്ളവർ ഓർക്കണം, അവരെന്നെ മാനിക്കണമെന്ന് ചിന്തിച്ചാൽ നിനക്ക് ലഭിക്കേണ്ട വലിയൊരു പ്രതിഫലം ഇല്ലാതെ പോകും. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്നെന്നെ ആരെങ്കിലും മറന്നെങ്കിൽ അതിനായി സ്തോത്രം. ഇന്നെന്റെ നന്മകൾ ഗണ്യമാക്കുന്നില്ലെങ്കിൽ അതിനായി സ്തോത്രം. ഇന്നെന്റെ അധ്വാനം മാനിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനായി സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനു മുമ്പേ ഞാൻ ഒരു സാക്ഷി കേട്ടത് ഓർക്കുകയാണ്. ഞാൻ ഈ സാക്ഷി പങ്കിടുമ്പോൾ പരമാവധി എനിക്കൊരു വിഷമം വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഇന്ന് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാനൊരിക്കൽ കോയമ്പത്തൂരിൽ പോത്തന്നൂർ എന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ്, നമ്മുടെ വിശ്വാസികൾ നടത്തുന്ന പ്രയർ ഗ്രൂപ്പാണ്. നമ്മുടെ സൈമൺ മൂപ്പനൊക്കെ അതറിയാം. അവർക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു അപ്പച്ചൻ അവിടെ നടത്തുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്മച്ചി എഴുന്നേറ്റുന്ന സാക്ഷി പറഞ്ഞു, നല്ല പ്രായത്തിൽ ആ അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചു. പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. വളരെ പട്ടിണി, വളരെ കഷ്ടം. അപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞുങ്ങൾ അമ്മയോട് പ്രകാരം പറഞ്ഞു, അമ്മേ, പപ്പയുണ്ടായിരുന്നപ്പോൾ ബിരിയാണിയൊക്കെ തരുമായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് ബിരിയാണി തിന്നാൻ കൊതിയാകുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, ബിരിയാണി പോയിട്ട് ഒരു നേരത്തെ കഞ്ഞി തന്നെ ഒരു ആഡംബരമാണ്. ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, മക്കളെ, ഞാനിന്ന് നിങ്ങൾക്ക് എങ്ങനെയും കഞ്ഞി ഒപ്പിച്ചു തരാം, പക്ഷെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം.
ആ കഞ്ഞിക്ക് ദൈവം ബിരിയാണിയുടെ ടേസ്റ്റ് കൊടുക്കാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനന്ന് അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവം ഓർക്കുമ്പോഴെല്ലാം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ചെറുപ്രായത്തിൽ ഞാനും ഇതുപോലത്തെ അനുഭവത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി അന്ന് സാക്ഷി പറഞ്ഞു, ഞാൻ കഞ്ഞി വെച്ച് കൊടുത്തു, കുഞ്ഞുങ്ങളെല്ലാം കഞ്ഞിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ബിരിയാണിയേക്കാൾ ഇന്നത്തെ ആ കഞ്ഞിക്ക് അതിന് രുചി ബിരിയാണിയുടെ രുചിയായിരുന്നു. അവർ വെറുതെ പറഞ്ഞതല്ല, മമ്മി ഇന്ന് എന്തോ ഒരു അത്ഭുതം നടന്നു, ഈ കഞ്ഞിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. അവർ പിൽക്കാലത്ത് അവരുടെ ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ മാറി ദൈവം അവരെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. അവരെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോഴവർ എഴുന്നേറ്റെന്ന് പൊതുവിൽ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഒരു പൂർവ്വകാലം, നിന്റെ പൂർവ്വസ്ഥിതി അത്യല്പമായി തോന്നും, എന്നാൽ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പക്ഷെ ആ പൂർവ്വസ്ഥിതി ഓർത്ത് നീ ദൈവത്തോട് പരാതി പറഞ്ഞെങ്കിൽ, നീ കുറ്റം പറഞ്ഞെങ്കിൽ, ആ അതിമഹത്തായ അന്തിമസ്ഥിതിക്ക് നീ യോഗ്യനല്ല. എന്നാൽ ദൈവം നിന്നെ ദാരിദ്ര്യത്തിൽ കൂടെ കഷ്ടത്തിൽ കൂടെ ഒക്കെ നടത്തിയെങ്കിൽ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞാൽ പലരുടെയും ഔദാര്യം കൊണ്ടാണ്. കൂട്ടുകാർ തന്ന പേന കൊണ്ടുപോയി, കൂട്ടുകാർ തന്ന സൈക്കിൾ ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ പോയി, പള്ളിയിൽ നിന്ന് അച്ഛൻ തന്നതായ ഫീസ് ഉപയോഗിച്ച്, ഇങ്ങനെ ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞുപ്രായത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊന്നും പറയാൻ എനിക്ക് ലജ്ജയൊന്നുമില്ല. ദൈവം കാരണം ജനിച്ച് വളർന്ന കാലത്ത് വീട്ടിൽ എൻ്റെ അപ്പൻ നല്ലൊരു ജോലിയിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആകസ്മികമായി മരിച്ചു. കുടുംബം വല്ലാത്ത പട്ടിണിയിലായി. എന്നാൽ ഒരാളോട് പോലും പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലായ്മ ആരോടും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ സാക്ഷി കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. പിന്നീട് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് സങ്കടം വരും. പക്ഷേ അന്ന് അവർ പിറുപിറുത്തില്ല എന്നുള്ളതാണ്. അവർ ദൈവത്തെ ചോദ്യം ചെയ്തില്ല. മക്കളോട് ഈ ദൈവം നമ്മളെ കൈവിട്ടെന്നൊന്നും പറഞ്ഞില്ല. ദൈവം നമുക്ക് ഇതെല്ലാം നന്മയാക്കി തരും മക്കളെ എന്ന് പറഞ്ഞ് ആ മക്കളെ വളർത്തി. പിൽക്കാലത്ത് ആ മക്കളെല്ലാം നല്ല നിലയിലായി. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിയാലോ? നിന്റെ പട്ടിണി നിമിത്തം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? നിന്റെ ദാരിദ്ര്യ നിമിത്തം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഇല്ലായ്മ നിമിത്തം ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് കഴിയുമോ? ആദിങ്കൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ, ആദിങ്കൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ. ഇതുപോലെ ഒരുപാടുണ്ട്. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് സ്തെഫാനോസ്. തന്റെ ദേഹത്ത് വന്ന് ആഞ്ഞു പതിച്ച കല്ല്. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. തന്റെ ദേഹത്ത് വന്ന് ആഞ്ഞടിച്ച കല്ല് തന്റെ നെറ്റിയിൽ വന്നായിരിക്കാം കൊണ്ടത്. ആ തലപൊട്ടി ചോരയൊലിക്കുമ്പോൾ സ്തെഫാനോസ് ആ കല്ലെടുത്ത് മുത്തം ചെയ്ത് കാണും. എന്തുകൊണ്ടാണ്? അവൻ്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ സ്വർഗത്തിൽ കർത്താവ് ഇരിക്കുന്നത്, കർത്താവ് നിൽക്കുന്നവൻ കാണുകയാണ്. ഈ കല്ലാണ് എനിക്ക് ആ ഭാഗ്യം തന്നത്. മനസ്സിലായവരെന്ന് കാര്യം ഉയർത്തിയാട്ടെ. ഈ കല്ലാണ് എനിക്ക് എൻ്റെ കണ്ണുകളെ ആ മഹത്വമുള്ള കർത്താവിനെ കാണുവാൻ സഹായിച്ചത്. ആ കല്ലിനായിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം. ഓരോ കല്ലും വാങ്ങി വരുമ്പോൾ അടുത്തത് വരട്ടെ എന്നവൻ പ്രതീക്ഷിച്ച് കാണും. എന്തുകൊണ്ടാണ്? ഇനി കുറച്ച് കല്ലുകൾ കൂടെ വന്നെങ്കിൽ, ആദ്യത്തെ കല്ല് എൻ്റെ കർത്താവിനെ കാണിച്ചു തന്നെങ്കിൽ, അവസാനത്തെ കല്ല് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എന്നെ കൊണ്ടുപോയി എത്തിക്കും. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിയാട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. ദൈവം നല്ലവൻ മാത്രമാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കണ്ണുനീരിന് നിരാശയ്ക്കിടമില്ല, നിനക്ക് പരാതി പറയാൻ അവകാശമില്ല. കാരണം നിന്റെ ദൈവം നിനക്കായി എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഒന്നും അവൻ ദോഷമായിട്ട് ചെയ്തിട്ടില്ല. അന്ന് അവിടെ ഒരുത്തനുണ്ടായിരുന്നു. ആരാണ്? പൗലോസ്. ഞാനെപ്പോഴും എൻ്റെ സങ്കല്പത്തിൽ കാണും. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ സ്വർഗത്തിൽ കാണുന്ന രണ്ട് കാഴ്ചയുണ്ട്. അതിലൊന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ട്, പൗലോസ് സ്വർഗത്തിൽ പോയ ദിവസം ഞാൻ ഓർക്കുകയാണ്. പൗലോസ് സ്വർഗത്തിൽ പോയപ്പോൾ പൗലോസിനെ കാണാൻ കൊതിയോടെ ഒരാളവിടെ ഉണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? പൗലോസിനെ കാണാൻ കൊതിയോടെ കാത്തിരുന്നത് യേശുവല്ല, യേശുവാണ്. സ്തെഫാനോസ് അവിടെ നിൽക്കുക. കർത്താവ്, എനിക്ക് പൗലോസിനെ ഒന്ന് കാണണം, വാ നമുക്ക് പോയി കാണാം. പൗലോസിനെ കണ്ട ഉടനെ സ്തെഫാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും ആനന്ദ കണ്ണീർ തുള്ളിച്ചാടിയിരിക്കും. അപ്പോൾ സ്തെഫാനോസ് പറഞ്ഞു കാണും,
അങ്ങ് എന്നെ കല്ലെറിയാൻ അനുവാദം കൊടുത്തു, ഞാനിതാ ഇവിടെ തേജസ്സോടെ ആദ്യത്തെ രക്തസാക്ഷിയായി ഞാൻ ഇവിടെ എത്തി. അപ്പോൾ പൗലോസ് പറഞ്ഞാണ്, മോനെ, നിന്നെ കല്ലെറിയാൻ ഞാൻ അനുവദിച്ചെങ്കിൽ അതെ എനിക്കും ആ ഭാഗ്യം കിട്ടി മോനെ. നിന്നെ കല്ലെറിയാൻ അനുവദിച്ച ഞാൻ പിന്നീട് എൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധമുണ്ടായിരുന്നു. ആ പാവപ്പെട്ട ഒരുവനെ ഞാൻ ഉപദ്രവിച്ചല്ലോ, കല്ലെറിയാൻ അനുവാദം കൊടുത്തല്ലോ. കർത്താവെ, അതുപോലൊരു പാത എനിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ. എന്നാൽ എനിക്കും ആ ഭാഗ്യം കിട്ടി. എന്നെയും ഒരിക്കൽ ആളുകൾ ആദ്യം പൂമാലയിട്ടു, ഞാൻ എന്റെ വസ്ത്രം കീറി എനിക്ക് പൂമാല വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവരെന്നെ കല്ലെറിഞ്ഞപ്പോൾ ഞാൻ 3-ാം സ്വർഗത്തോളം ചെന്നു. മനസ്സിലായവര് മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. സ്തെഫാനോസ് പറഞ്ഞു, അങ്ങ് അനുവദിച്ച് കല്ലെറിഞ്ഞത് കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ ഇവിടെ എത്തിയത്. പൗലോസ് പറയും, നിന്നെ കല്ലെറിയാൻ ഞാൻ അനുവദിച്ചെങ്കിൽ അന്ന് എന്റെ കുറ്റബോധം എനിക്ക് മാറിയത്. എന്നെയും അവർ കല്ലെറിഞ്ഞ് ഒരു ചത്ത നായെ പോലെ എന്നെ വലിച്ചിഴച്ച് അവർ എന്നെ കൊണ്ടുപോയി കളഞ്ഞപ്പോൾ എന്റെ ആത്മാവ് 3-ാം സ്വർഗത്തിലെത്തിയിട്ട് ദൈവത്തിന് മഹത്തായ കാര്യങ്ങളെ കണ്ട് ഞാൻ വീണ്ടും ഭൂമിയിൽ വന്ന് എന്റെ യേശുവിനായി ഞാനും ജീവൻ വെടിഞ്ഞു. ഈ 2 ഭക്തന്മാരും കെട്ടിപ്പിടിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ യേശുവിന്റെ കണ്ണിൽ നിന്ന് എന്തുമാത്രം കണ്ണുനീരൊഴുകി കാണും. എനിക്ക് വേണ്ടി ജീവൻ തന്ന ഭക്തന്മാർ, നമുക്ക് യേശുവിന് വേണ്ടി എന്തൊക്കെയോ സ്തോത്രം ചെയ്ത് നേടാനാണോ നീ വന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്തോത്രം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടാൻ വന്നവരാണോ? എല്ലാ സ്തോത്രം ചെയ്ത് ഇതൊക്കെയാണ് നമ്മൾ നേടേണ്ടത്. ഇതാണ് യഥാർത്ഥ ഭക്തൻ, പുതിയ നിയമത്തിലെ ഭക്തൻ, കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ഭക്തൻ. അവൻ ഇതിനു വേണ്ടിയൊക്കെ നന്നായിട്ട് സ്തോത്രം ചെയ്യും. കൊണ്ടതായ പൂമാലയല്ല ദൈവവൈതലിന് വേണ്ടത്. പൂമാല കിട്ടിയപ്പോൾ പൗലോസ് വസ്ത്രം കീറി. ഞാനാണെങ്കിൽ തല കാണിച്ചു കൊടുത്തേനെ, എന്റെ കഴുത്ത് ഒരു അരയടി നീണ്ടുപോയേനെ. പൂമാല ഇങ്ങോട്ട് വരാൻ ലേറ്റായെങ്കിൽ അങ്ങോട്ട് പോയി മേടിച്ചേനെ. എന്നാൽ പൗലോസ് വസ്ത്രം കീറി. എനിക്ക് വേണ്ടത് പൂമാലയല്ല. അതേസമയം പൗലോസിനെ കല്ലെറിഞ്ഞപ്പോൾ ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കിയേ. സ്തെഫാനോസിന്റെ കല്ലേറിന് സാക്ഷിയായ പൗലോസ്, സ്തെഫാനോസ് സ്വർഗത്തിലെത്തി. എന്നാൽ അതിന് സാക്ഷിയായ പൗലോസിന്റെ സങ്കടം അന്ന് തീർന്നു കാണും. ആ ഭക്തനെ കല്ലെറിഞ്ഞ് കണ്ട് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അല്ലെ, അന്ന് കല്ലെറിയുന്നത് കണ്ട് ആസ്വദിച്ച ഞാൻ ഇന്ന് കല്ലേറ് കൊണ്ട് ആസ്വദിക്കുകയാണ്. മനസ്സിലായിരുന്നു? കരം ഉയർത്തിയാട്ടെ. ഓ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര മാധുര്യമേറിയതാണ്. ഈ മഹത്തായ അനുഭവത്തിൽ വന്നെത്താനുള്ള പക്വത എനിക്കായിട്ടില്ല. ഞാനത് സമ്മതിക്കുകയാണ്. ഞാൻ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, സ്തെഫാനോസിനെ കുറിച്ച് പറഞ്ഞു, യോസേഫിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്രയും ഉന്നത സ്റ്റാൻഡേർഡിൽ വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കതുപോലെ എത്താൻ കഴിഞ്ഞെങ്കിൽ കർത്താവേ, ആ ശ്രേഷ്ഠരായ വിശുദ്ധന്മാരുടെ നിരയിൽ എനിക്കൊന്ന് പോയി എത്താൻ ഇന്ന് എന്നെ ഒരുക്കണമേ. കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. എന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമക്കൾ നിരാശയ്ക്കിടമില്ല. അതിമഹത്തായ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാൻ കഴിവുള്ളവർ ഭൗമിക നന്മകൾക്ക് വേണ്ടിയല്ല ദൈവം സ്തോത്രം ചെയ്യേണ്ടത്. എന്റെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനില്ല, എനിക്കായി കരുതിയിട്ടുണ്ട്. സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനല്ല, എനിക്കായി കരുതിയിട്ടുണ്ട്. സമ്പന്നനാമവൻ സന്നിധിവാദിയേ, എനിക്കവൻ ചെയ്യക്കൂടിയേ. സമ്പന്നനാമവൻ സന്നിധിവാദിയേ, എനിക്കവൻ ചെയ്യക്കൂടിയേ. കൊച്ചു പൊടി കുഞ്ഞുങ്ങൾ പോലും ഇവിടെ ഉറങ്ങാതിരിപ്പുണ്ട്. 2 പ്രാവശ്യം ഉറങ്ങി എഴുന്നേക്കേണ്ട പ്രായമാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഒരു ഉറങ്ങുന്നില്ല. അവിടെ ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ. അപ്പോൾ തന്നെ ഇടയ്ക്കെല്ലാം ഇരിപ്പുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ഇത് ഉറങ്ങിയിട്ടേ ഇല്ല. അതാണ് രസം. നമ്മുടെ പ്രായമുള്ള ചില വ്യക്തികളൊക്കെ എന്താണ് കൂടെ അങ്ങോട്ട് എഴുതിട്ട് പോകുന്നു ഒരു തേനീച്ച കൂട്ടിലെ വീഴ്ച പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കൊച്ചുങ്ങളൊന്നും അനങ്ങുന്ന പോലും ഇല്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. എത്ര സന്തോഷമായിരിക്കും എന്നറിയാമോ? അപ്പോൾ ആരാണ് മിടുക്കരാരാ? സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമക്കളെ നമ്മുടെ കർത്താവ് നന്മയ്ക്കായി ചെയ്യുന്നു, ദോഷമായിട്ട് ഒന്നും ചെയ്യരുതെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ. പ്രതികൂലങ്ങൾ അടിക്കടി വരുന്നത് നമുക്ക് നന്മയ്ക്കായിട്ടാണെന്ന് ഈ പല സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഓരോ സന്ദർഭങ്ങളിലും കഷ്ടങ്ങളിൽ കൂടി പ്രതികൂലങ്ങളിൽ കടന്നു പോയപ്പോൾ ഒടുവിലായിട്ട് മനസ്സിലായി ഇത് നന്മയ്ക്കായിട്ട്.
നമുക്ക് പാടാം. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. എന്നോ എന്റെ നാഥൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിനെ പ്രതികൂലത്തിൽ കൊണ്ട് നടത്തിയാലും എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വാടിപ്പോകാതിരിക്കുന്നതിന്റെ കാരണം എന്റെ യേശു നമ്മുടെ കൂടെ ഉണ്ട്. കഷ്ടം സഹിച്ച കർത്താവ് കൂടെ ഉണ്ട്. ആമേൻ. പ്രതികൂലങ്ങളുടെ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവമക്കളുടെ നഷ്ടങ്ങളുടെ മധ്യത്തിൽ ഭയപ്പെടേണ്ട. അതിനെ നന്മ തരുവാൻ, നന്മയാക്കി മാറ്റുവാൻ, ഉയർത്തുവാൻ നീ വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതിന് ദൈവമക്കൾ ഇതിന് 100 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു തരുവാൻ, അനുഗ്രഹം നൽകുവാൻ കൊണ്ടും ശക്തനായ യേശു നമുക്കായി ജീവിക്കുന്ന വിശ്വസിക്കുന്നവർ കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ഉറക്കം എഴുന്നേറ്റ് ഉറക്കമില്ലാതെ ഇവിടെ ഇരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് നഷ്ടമാണോ? 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 ലാഭമാണെന്നുള്ളൊരു കരവിരുത്തിൽ അന്യന് പറയട്ടെ. ദൈവമക്കളെ, ലാഭക്കച്ചവടമായത്. എത്ര സന്തോഷമെന്നറിയാമോ? യേശു തമ്പുരാനെ സ്വർഗത്തിൽ സന്തോഷിച്ചിരിക്കുന്ന എൻ്റെ മക്കൾ ഉണർന്നിരുന്ന് എൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ, ഒരു കാര്യം സത്യമാണ്, നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുഴങ്കാൽ മടക്കി സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അവന് നിറവേറ്റും. കാരണം രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് ഏറ്റവും മഹത്വമായിട്ടുള്ള അനുഭവം. ആരംഭത്തിലുള്ള ദൈവമക്കളൊക്കെയും ശുശ്രൂഷകര്, അപ്പച്ചന്മാരൊക്കെ, അമ്മച്ചിമാർ അങ്ങനെ ചെയ്തല്ലോ ദൈവമക്കളെ. പട്ടിണിയുടെ സമയത്ത്, കഷ്ടങ്ങളുടെ മധ്യത്തിൽ എത്രയോ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോഴൊക്കെയും മുഴങ്കാൽ മടക്കി നിലവിളിച്ചാണ് ദൈവമക്കളെ ഈ വേലയുണ്ടായത്. ഇന്ന് ഇത്രയും ആയിരങ്ങൾ ദൈവമക്കൾ വന്നിരിക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണെന്നറിയാമോ? കഷ്ടപ്പെട്ട പട്ടിണി ഇടുന്ന വിശുദ്ധന്മാരുടെ മാർഗമാണ് ദൈവമക്കളെ. എപ്പോഴും ഓർക്കാറുണ്ട്, വിശുദ്ധന്മാരുടെ മാർഗമാണ്. പട്ടിണി കൈ സഹിച്ച, അല്ലെങ്കിൽ ഒരിക്കലൊരു കുണ്ട്രയിലൊരു അപ്പച്ചൻ ഇപ്രകാരം സാക്ഷി, മാസ്യോത്തിന്റെ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, താൻ മരിച്ചുപോയി. ഇപ്രകാരം താൻ പറയുകയുണ്ടായി. വർഷങ്ങളായി കൊട്ടാരക്കര കൺവെൻഷന് വരുമ്പോൾ, കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിനായിട്ട് എല്ലാവരും വരിയായിട്ടിരിക്കാൻ പറയും. കൂവയുടെ ഇല 2 ചേർത്തിട്ട് എറുക്കിലുണ്ട് കുത്തിന് ശേഷം അത് പുല്ലിൻ്റെ മുകളിലിടും. 2 കഷണം കപ്പ ഞുറുക്കുകയാണ്, വലുതായിട്ട് അരിഞ്ഞതായി 2 കഷണം കപ്പ വേണം. ഒരു കൈക്ക് വാരാനുള്ള ചോറ് പോലുമില്ല.
കറി എന്ന് പറയുന്നത് മുളക് ഉടച്ചതായിരിക്കും. ഞങ്ങളിത് കഴിക്കും. ഇതങ്ങോട്ട് മുമ്പിൽ കിട്ടുമ്പോൾ ഇങ്ങനെ പാടും: അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവരെ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഈ പാട്ടിന്നാലും പാടാറില്ല. ഇപ്പൊ ഇറച്ചിയുണ്ട്, മുട്ടയുണ്ട്, മീനുണ്ട്, മറ്റേതുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതാണ് വെടി തട്ടിക്കൊണ്ട് പോവാ. ദൈവമേ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു 10 പേര് മുഴങ്കാലി മുടക്കാൻ ഇല്ല. കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഒന്നും ആരെയും കാണാനില്ല. എന്നാൽ പണ്ട് അങ്ങനെയല്ല. ഇത് കഴിച്ചിട്ട് ശേഷം ആരും പോവുകയില്ല. എല്ലാവരും 10-15 പേര് ഇങ്ങനെ വട്ടം വരുന്നു ഇരുന്നുള്ളൂ. നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ മക്കളെ ഞാനും നിങ്ങൾ ഈ മാർഗത്തിൽ വന്നത്. അതേ പ്രാർത്ഥന നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. Hallelujah. Jesus kind of become to the battle of God. Hallelujah. 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 ദോഷമായിട്ടൊന്നു എന്നോ എന്റെ ചാവൽ ചെയ്യയില്ല. ദോഷമായിട്ടൊന്നു